നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണു സ്വന്തം അച്ഛനാണെന്നുള്ള സത്യം കൂടി അറിയണമായിരുന്നു മോളെ. ഇനി എന്തിനാ മോളെ അവരെ തമ്മിൽ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇതിലും കൂടുതൽ സന്തോഷിച്ചെന്നെ. പപ്പിയെ പോലെ സത്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ള കഴിവൊന്നും സത്യക്കില്ലമ്മ. കൂട്ടിച്ചേർത്തെടുക്കാനുള്ളതേ ഒന്നും രണ്ടൊന്നും അല്ല, 15 കോടിയാ. 15 കോടി. ആ അത് നമ്മളെ സംബന്ധിച്ചേ വലിയൊരു തുക തന്നെയാ ഇപ്പോ. ആ തുകയ്ക്ക് മുമ്പില് പകച്ചു നിൽക്കുക. പകുതി വയ്യാത്ത ഞാനും ജീവിച്ചിരിക്കുന്ന ജഡമായി നീയും. ഇനി എന്താന്ന് വെച്ചാ നീ തീരുമാനിക്ക്. നീ തീരുമാനിക്ക്. ഒരപേക്ഷയുണ്ട്. ചെത്തി ചെയ്യുമ്പോഴേ ഒരാറടി മണ്ണ് ബാക്കി വെക്കാൻ പറ്റുമെന്ന് അവരോടൊന്ന് ചോദിച്ചേക്കണം. പക്ഷെ തരില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അധ്വാനിച്ച് സ്വപ്നങ്ങൾ തീർത്ത മുറ്റത്തെ അന്ത്യവിശ്രമം കൊള്ളണമെന്നൊരാശയുണ്ട്. കഴിയുമെങ്കിൽ ശ്രമിക്കുക. എന്റെ ആത്മാവെങ്കിലും നിന്നെ ശപിക്കാതിരിക്കട്ടെ. ശപിക്കാതിരിക്കട്ടെ. മോളെ വിഷ്ണു എന്തിയേ? ദേ ചായ എടുത്തു വെച്ചിരിക്കുന്നു. കൊറേ നേരമായമ്മ അച്ഛനും മോളും കൂടി ആ പറമ്പായ പറമ്പ് മുഴുവൻ നടക്ക്. ആഹാ, സത്യക്കാണെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ ഇത്രയും അടുത്ത് കിട്ടിയ സന്തോഷം. വിഷ്ണുവേട്ടനാണെങ്കിലോ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ മോളെ സ്വന്തമായിട്ട് അടുത്ത് കിട്ടിയതിന്റെ സന്തോഷം.
അതുകൊണ്ട് തന്നെ സത്യക്ക് 6 വർഷത്തെ സ്നേഹം മുഴുവൻ ഒന്നിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തില വിഷ്ണുവേട്ടൻ. പുറത്തെ മരത്തിന്റെ കവരയില് ഊഞ്ഞാല് വരെ കെട്ടുന്നുണ്ടായിരുന്നു അച്ഛനും മോളും കൂടി. വിഷ്ണു സ്വന്തം അച്ഛനാണെന്നുള്ള സത്യം സത്യ കൂടി അറിയണമായിരുന്നു മോളെ. ഇനി എന്തിനാ മോളെ അവരെ തമ്മിൽ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇതിലും കൂടുതൽ സന്തോഷിച്ചേനെ. പപ്പിയെ പോലെ സത്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ള കഴിവൊന്നും സത്യക്കില്ലമ്മ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒന്നും സത്യമ്മ അറിയാതിരിക്കുന്നതാ നല്ലത്. സത്യം അറിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും സത്യമ്മ അറിയും. വിഷ്ണുവേട്ടൻ അറിയാലോ സത്യയും പപ്പിയും തന്റെ കുട്ടികളാണെന്ന്. അത് മതി. പോകുന്ന പോലെ അത്രയും പോട്ടെ. പിന്നീട് നമുക്ക് അവരെ സത്യങ്ങൾ അറിയിക്കാം. അതായിരിക്കും നല്ലതമ്മ. ആ, നീ ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ അവരെ രണ്ടുപേരും ചായ കുടിക്കാൻ വിളിക്കേ. ചായ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? ചായ കുടിക്കണമെങ്കിൽ ചൂടോടെ കുടിക്കണം. ആറിക്കഴിഞ്ഞാ പിന്നെ ചായ എന്തിനു കൊള്ളാം? നമുക്ക് കഴിക്കാൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങളിത് എവിടെയായിരുന്നു? കുറെ നേരം ആയാലും രണ്ടുപേരും കൂടി കറക്കം തുടങ്ങിയിട്ട്. അമ്മേ, ബിഗ് ഫ്രണ്ടിന് ഒരുപാട് സൂപ്പർ കഥകളൊക്കെ അറിയാൻ കേട്ടോ. എനിക്കിപ്പോ എത്ര കഥകളാന്നോ പറഞ്ഞു തന്നെ. അമ്മ പറയുന്ന പോലത്തെ കഥകളൊന്നും അല്ല, എല്ലാം നല്ല കിടിലൻ കഥകളാ. അല്ലേ ബിഗ് ഫ്രണ്ടേ? പിന്നല്ലാതെ. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി ഇത്ര നേരം കഥ പറഞ്ഞോണ്ട് നടക്കുമായിരുന്നോ? ഏയ്, ഊഞ്ഞാലാടി, എന്നെ ബൈക്കിൽ ചുറ്റാൻ കൊണ്ടുപോയി, പിന്നെ മീൻ പിടിച്ചു. ഓ, മീനോ? അതെവിടെ കിട്ടി? നമ്മുടെ കുളത്തീന്ന്. ഏ? എന്നിട്ട് വലിയൊരു വീപ്പയിലാക്കി വളർത്താൻ ഇട്ടേക്കുക. ഓ, ഇനി അതിന് ചോറും കറികളൊക്കെ കൊടുക്കണം, എന്നാലേ അത് വളരൂ. അല്ലേ ബിഗ് ഫ്രണ്ടേ? അപ്പൊ രണ്ടുപേരും കൂടി ഈ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. ചായ നന്നായിട്ട് ആറി, ഞാൻ വേറെ എടുത്തോണ്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.